നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. IPL അങ്ങനെ ഒരു വിജയത്തോടു കൂടി രാജസ്ഥാൻ റോയൽസ് പ്ലേ ഓഫ് സാധ്യതകൾ കൂടുതൽ സജീവമാക്കിയിരിക്കുകയാണ്. നമുക്കൊപ്പം MSK, ഒപ്പം ഹാരിസ് നെന്മാറ. നമ്മൾ 3 പേര് ഇരുന്നിട്ട് കുറേ ആയി. മാൻഡ്രേക്കസ് ഒക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അവസാന മത്സരം, അതായത് മുംബൈക്കെതിരെ ഞായറാഴ്ച നടക്കുന്ന മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ വേറെ ഒരു നൂലാമാലയും നോക്കണ്ട, നേരിട്ട് കയറാം. പരാജയപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവരുടെ റിസൾട്ട്, പ്രത്യേകിച്ച് പഞ്ചാബ് പരാജയപ്പെടണം, കൊൽക്കത്ത 2 മത്സരങ്ങളും പരാജയപ്പെടണം, ആ രീതിയിലൊക്കെ നോക്കണം. പക്ഷേ ഒരു മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട മറ്റൊരു സാധ്യതയും നോക്കാതെ 16 പോയിന്റുമായി അനായാസം പ്ലേ ഓഫിലേക്ക് കയറാം. അതായത് പൊസിഷനിലായിരിക്കും എന്നുള്ളത് മാത്രം ഇനി നോക്കിയാൽ മതി. രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരുന്നു മത്സരം, പ്രത്യേകിച്ച് വൈഭവം ഉണ്ടാക്കിയൊരു ഇമ്പാക്ട്? അതിൽ വൈഭവം ഉണ്ടാക്കിയ ഇമ്പാക്ട് അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം ഒരു 15-കാരൻ മറ്റുള്ളവരെയൊക്കെ ഇങ്ങനെ എടുത്തിട്ട്, അതായത് ഈ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായി അദ്ദേഹം മാറിയിരിക്കുകയാണ്. ഈ ഒരു പ്രായത്തിൽ 50 സിക്സറുകൾ അദ്ദേഹം നേടിയിരിക്കുകയാണ്. 53 സിക്സറുകൾ. ക്രിസ് ഗെയിലിന്റെ 59 സിക്സാണ് ഒരു IPL സീസണിൽ ഏറ്റവും കൂടുതൽ ഒരു താരം അടിച്ചിരിക്കുന്ന സിക്സറുകളുടെ എണ്ണം. വൈകാതെ അദ്ദേഹം അടുത്ത 2 മത്സരങ്ങൾ കളിക്കുകയാണെങ്കിൽ മേ ബി ഇവർ നോക്കൗട്ടിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറികടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു 15-കാരൻ 53 സിക്സറുകൾ ഒരു IPL സീസണിൽ അടിക്കുക, അതും ടോപ്പ് 1-ൽ ഇങ്ങനെ 3 മത്സരത്തിൽ അദ്ദേഹം 10-ൽ കൂടുതൽ സിക്സ് അടിച്ചിട്ടുണ്ട്. അതെ. അപ്പോൾ ഒരു സിക്സറുകൾ കൊണ്ട് അദ്ദേഹം ഇത്ര അനായാസമായിട്ടാണ് അടിക്കുന്നത് നോക്കൂ. അതായത് ഈ മത്സരശേഷം അദ്ദേഹത്തിന്റെ ഒരു ഈ പ്രസന്റേഷൻ സെറമണിയുടെ സമയത്തുള്ള ആ വാക്കുകൾ പോലും വളരെ രസകരമായിട്ട് അദ്ദേഹം പറയാണ്, തുടക്കത്തിൽ ഒന്ന് സ്ട്രഗിൾ അല്ല, ഒന്ന് കരുതലോടെ കളിച്ച ഒരു വൈഭവനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ആദ്യത്തെ 12 പന്തുകളിൽ അല്ലെങ്കിൽ കുറഞ്ഞ റണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീടുള്ള 19 പന്തുകളിലാണ് അദ്ദേഹം 71 റൺസ് നേടിയത്. അപ്പോൾ വൈഭവിനെ കുറിച്ച് അവതാരകൻ അത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ആദ്യം ഒന്നങ്ങനെ കളിച്ചു, പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു ഓവറിൽ ഒരു 3 സിക്സോ അല്ലെങ്കിൽ ഒരു 3 സിക്സെങ്കിലും 3-4 ബൗണ്ടറികളും സിക്സുകളൊക്കെ ഒരു 3 പന്തുകളിൽ അടിക്കാൻ പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആ പയ്യന്റെ കോൺഫിഡൻസ് അതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ളത്. കാരണം ഒരു ഹേറ്റേഴ്സും ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള, അപ്പൊ ഏത് ടീം ആയിക്കോട്ടെ, RCBയുടെ ആയാലും മുംബൈയുടെ ആയാലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഒരു പയ്യനാണ്. അല്ല, ഞാൻ അങ്ങനെ നമ്മൾ പുകഴ്ത്തിയ ആൾക്കാരൊക്കെ കളിച്ചിട്ടുണ്ട്. നിങ്ങൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കണം. ഈ ലോകകപ്പിന്റെ സമയത്ത് സഞ്ജു സാംസൺ സപ്പോർട്ടായിട്ട് അല്ല, അതുവരെ മുംബൈ സപ്പോർട്ടറായിരുന്നു MSK, ഒറ്റയടിക്ക് CSK സപ്പോർട്ടറായി. പ്ലേ ഓഫ് സാധ്യതകൾ മൊത്തം ഉണ്ടായിരുന്ന CSK ഇപ്പൊ പുറത്തേക്കുള്ള വഴിയിലാണ്. അപ്പൊ ഈ വൈഭവിലേക്ക് തിരിച്ചു വരുമ്പോ അദ്ദേഹം നമ്മളിപ്പം നമ്മുടെ അർജുനന്റെയും സുഭദ്രയുടെയും മകനായ അഭിമന്യുവിനെ കുറിച്ച് പറയാറുണ്ട്. അദ്ദേഹം നമ്മുടെ ക്യാമറാമാൻ അഭിമന്യുവാണ്. അതായത് അഭിമന്യുവിന്റെ കഥ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഗർഭിണിയായിരുന്നപ്പോൾ തന്നെ ഈ ചക്രവ്യൂഹത്തിൽ കയറുന്നത് പഠിക്കുന്നു, അത്രയും യുദ്ധതന്ത്രങ്ങളൊക്കെ പഠിക്കുന്ന ഒരു അനുഭവമുണ്ട്. പിന്നെ അഭിമന്യു അതിനുശേഷം ചക്രവ്യൂഹത്തിൽ നിന്നും പുറത്തു വരാൻ സാധിക്കാതെ വന്ന അഭിമന്യുവിനും നമുക്കറിയാം. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനം 15 വയസ്സുകാരനായ ഇദ്ദേഹം ഏത് പ്രായത്തിലാണ് ക്രിക്കറ്റിനെ കുറിച്ചുള്ള നോളജ് അദ്ദേഹത്തിലേക്ക്, അതായത് ജന്മസിദ്ധമായിട്ട് കിട്ടിയതുപോലത്തെ ഒരു കഴിവാണ് അദ്ദേഹത്തിന് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് ഒരു അഭിമന്യുവിന്റെ ഒരു എന്താ പറയാ, ഈ ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ ക്രിക്കറ്റിനെ കുറിച്ച് പഠിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആ രീതിയിൽ ഈ ഇത്രയും ആയാസമായിട്ട് ക്രിക്കറ്റൊക്കെ കളിക്കണമെങ്കിൽ അതൊരു എന്താ പറയാ, ഇതൊരു ഒരു സ്പെഷ്യൽ ടാലന്റ് തന്നെയാണ്. അതുപോലുള്ളൊരു സ്പെഷ്യൽ വിശേഷിപ്പിക്കുന്ന പോലെ തന്നെ ഒരു വണ്ടർ കിഡ്. അതെ, വണ്ടർ കിഡിനേക്കാൾ അപ്പുറം എന്തെങ്കിലും വാക്കുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ തോന്നുന്നു. കാരണം മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പോഴും കുട്ടിത്തൊന്നും മാറിയിട്ടുമില്ല. അതായത് ഈ കളിക്കുന്നതും അതൊക്കെ ഭയങ്കരമായിട്ടൊള്ള ഞാനെന്തോ മഹാസംഭവം ചെയ്തു എന്നുള്ള ഭാവവും അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. പ്രസന്റേഷൻ സെറമണിയുടെ സമയത്ത് അദ്ദേഹം പറഞ്ഞ മറ്റൊരു വാചകം എന്നുള്ളത്, ഞാൻ ഇങ്ങനെ സോഷ്യൽ മീഡിയയോ പത്രങ്ങളോ ഒന്നും വായിക്കാറില്ല. അതൊരു ഇന്നത്തെ കാലത്തിന്റെ ഒരു സംഭവം തന്നെയാണ്. അതായത് നമ്മളിത് വായിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നെഗറ്റീവുകൾ വരുന്നു എന്ന രീതിയിൽ ഞാൻ അത്ര നെഗറ്റീവുകളൊന്നും ശ്രദ്ധിക്കാറില്ല, പത്രങ്ങൾ വായിക്കാറില്ല, സോഷ്യൽ മീഡിയ കാണാറില്ല. ആ രീതിയിലാണ് അദ്ദേഹത്തിന് പ്രൈസ് ചെയ്യുന്നത് പോലും അദ്ദേഹം കാണാറില്ല. അപ്പം ആ രീതിയിലേക്ക് മോൾഡ് ചെയ്തെടുക്കുന്ന, അല്ലെങ്കിൽ അതൊക്കെ മാറ്റിക്കൊണ്ട് എല്ലാ നെഗറ്റീവ് അപ്രോച്ചുകളെയും മാറ്റിക്കൊണ്ട് ഓൺലി പോസിറ്റീവ് രീതിയിൽ തന്നെ കളിക്കുന്ന, അല്ലെങ്കിൽ അതേ ആറ്റിറ്റ്യൂഡിൽ കളിക്കുന്ന വൈഭവ് സൂര്യവംശി തന്നെയാണ് ഒരുപക്ഷെ ഇന്ത്യൻ ക്രിക്കറ്റിലെ നെക്സ്റ്റ് ബിഗ് തിങ്. പിന്നെയുള്ളത്, ഇത് പറയുമ്പോൾ തന്നെ മറ്റൊരാൾ കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ മത്സരത്തിൽ നമ്മുടെ ചെന്നൈക്കെതിരായ മത്സരത്തിൽ ആകാശ് എന്നൊരു ബോളർ ഉണ്ടായിരുന്നു, ആകാശ് സിംഗ്. അതെ, പേപ്പറിൽ എഴുതി ഇങ്ങനെ കുറിപ്പെഴുതി കൊണ്ടുവന്നിരുന്ന താരം. കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹത്തിന്
പിന്നെ ഫസ്റ്റ് ഓവറിൽ തന്നെ 23 റൺസാണ് പിന്നെ വഴങ്ങിയത്. അതും അതായത് IPL സംബന്ധിച്ചിടത്തോളം രണ്ട് ആറ്റിറ്റ്യൂഡുകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് വൈഭവ് സൂര്യവംശിയുടെ ആറ്റിറ്റ്യൂഡും ആകാശ് സിംഗ് എന്നൊരു ബോളർ ആദ്യ മത്സരം പിന്നെ കളിച്ചപ്പോൾ ഈ കുറിപ്പൊക്കെ എഴുതിയിട്ട് അക്കി ഓൺ ഫയർ, ഞാൻ ഭയങ്കര സംഭവമാണ്, ആണ്ടി നല്ല അടിക്കാരനാണെന്ന് പറയുന്നത് പോലെ ആ രീതിയിൽ വന്ന IPL ഒരു സ്വഭാവം നമുക്കറിയാം. ഫസ്റ്റ് മത്സരത്തിൽ അദ്ദേഹം ഒരു പിന്നെ ഇപ്പോൾ അതിനു മുമ്പ് ഉർവിൽ പട്ടേൽ ഇതേപോലെ ഒരു കുറിപ്പ് എഴുതിയിരുന്നു, ദിസ് ഈസ് ഫോർ പപ്പ. അത് ഇമോഷണലാണ്, അതിനൊരു അർത്ഥമുണ്ട്, അതിനൊരു കഥയുണ്ടാവാം. പക്ഷെ ഇത് അക്കി ഓൺ ഫയർ എന്ന രീതിയിൽ ആദ്യ മത്സരത്തിൽ ചെന്നൈയെ തോൽപ്പിച്ച സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ ഒരു കാർഡൊക്കെ എഴുതിക്കൊണ്ട് ഞാനാണ് ഇങ്ങനെയാണ്, ഞാൻ ഭയങ്കര ആ രീതിയിലേക്ക് വന്ന ഒരു താരത്തിന് തൊട്ടടുത്ത മത്സരത്തിൽ അതൊരു സെൽഫ് കോൺഫിഡൻസ് അല്ല, അതൊരു അഹങ്കാരം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ മത്സരത്തിൽ പിന്നെ ആദ്യ മത്സരത്തിൽ തന്നെ 3 ഓവറിൽ 50-ലധികം റൺസ് വഴങ്ങിയെന്ന് തോന്നുന്നു. അപ്പം IPL സ്വഭാവം ആകാശ് സിംഗ് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. പിന്നെയുള്ളത് പിന്നെ മറ്റൊരു കാര്യം, പ്രസന്റേഷൻ സെറിമണിയുടെ സമയത്ത് ഋഷഭ് പന്ത് പറഞ്ഞ ഒരു വാചകം കൂടിയുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അത് വൈറലാകുന്നുണ്ട്. ഒരു F വേർഡ് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റിൽ fucking good team എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പം ആ ക്യാപ്റ്റൻ എത്രത്തോളം തകർന്നൊരു ക്യാപ്റ്റനിൽ നിന്നാണ് ഇപ്പോഴും എൻ്റെ ടീം പിന്നെ നല്ല ടീമാണ് എന്ന് പറയുമ്പോൾ ഋഷഭിനെ കുറിച്ച് ഓർക്കുമ്പോൾ സഹതാപം തോന്നുന്നുണ്ട്. കാരണം ഇത്രയും നല്ല ടീമാണ്. മാർഷിനെ പോലത്തെ ഒരു താരം, നമുക്കറിയാം മാർഷ് ഒരു ഓസ്ട്രേലിയക്ക് വേണ്ടിയിട്ടുള്ള ഓസ്ട്രേലിയൻ താരങ്ങൾ ഒരുപാട് പേർ IPL കളിച്ചിട്ടുണ്ട്. മാർഷിൻ്റെ ചേട്ടനായിരുന്നു ആദ്യ IPL ഓറഞ്ച് ക്യാപ്പ് ഹോൾഡർ ഷോൺ മാർഷായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് മാർഷിനെ പോലുള്ള അല്ലെങ്കിൽ എയ്ഡൻ മാർക്രമിനെ പോലുള്ള നിക്കോളാസ് പൂരിനെ പോലുള്ള ഈ പിന്നെ ബിഗ് ഹിറ്റേഴ്സ് ഉള്ള ഒരു ടീമായിരുന്നു അത്. ഋഷഭ് പന്തിനെ പോലുള്ള താരം ഉണ്ടായിരുന്നു. പിന്നെ ഒരുപാട് 5 ബോളേഴ്സെങ്കിലും IPL കളിക്കുന്ന ഒരു ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ബോളേഴ്സെങ്കിലും അവർക്കുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഷമിയുണ്ട്, പ്രിൻസ് യാദവ് ഉണ്ട്, മായങ്ക് ഉണ്ട്, അതുപോലെ പുതിയ താരം ആകാശ്, അങ്ങനെ ഒരു 4-5 പേരെങ്കിലും അവർക്ക് ബോളേഴ്സ് ഉണ്ട്. ഈവൻ സച്ചിൻ ദിഗ്വേഷ് രാഥി ഉണ്ട്. പേസ് ബോളേഴ്സ് ഒന്ന് നോക്കോ, ഈ സച്ചിൻ ടെണ്ടുൽക്കറുടെ മോനെ അവർ ആ ടീമിലേക്ക് എടുത്തിട്ട് ഒരു മത്സരത്തിൽ മോഹസിൻ ഖാൻ അടക്കം നോക്കൂ, 5 പ്രധാനപ്പെട്ട ബോളേഴ്സ് ഉണ്ട്. സച്ചിന്റെ മോന് പോലും അവിടെ അവസരം ലഭിക്കുന്നില്ല. അദ്ദേഹത്തെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മോന് പോലും എന്ന് പറയാൻ ഒന്നുമില്ല. ഒരു മത്സരത്തിൽ 14 മത്സരങ്ങൾ കളിച്ചു. ഇങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പം 5 കൊല്ലമായിട്ട് 2021 റൂൾ കൊണ്ടായിരിക്കും ഒരു മത്സരത്തിൽ പോലും ഇപ്പൊ അവസരം കിട്ടാത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മേ ബി അങ്ങനെ ഓൾറൗണ്ടേഴ്സ് ട്രേഡ് നടത്തിയ ഒരു സീസണിൽ കൊടുക്കാമായിരുന്നു, ഒരു മത്സരത്തിലെങ്കിലും അവസരം കൊടുക്കാമായിരുന്നു. 14 മത്സരങ്ങൾ ആകാശിനൊക്കെ കൊടുത്തല്ലോ അവസരം കഴിഞ്ഞ മത്സരത്തിൽ. അപ്പം സച്ചിന്റെ മോനെ ഒരു കാര്യം എന്നുള്ളത് അദ്ദേഹം പിന്നെ റീലുകളിൽ ഗംഭീരമായിട്ട് യോർക്കറുകൾ എറിയുന്നതും ഒരു റീൽ സ്റ്റാർ ആയിട്ട്, നമുക്കറിയാം ഈ IPL റീൽ സ്റ്റാർ മഹേന്ദ്ര സിംഗ് ധോണിയാണ്. അതുപോലെ തന്നെ ഒരു റീൽ സ്റ്റാർ ആയിട്ട് സച്ചിൻകളുടെ മകൻ അർജുൻ അതുപോലെ പഞ്ചാബിൽ വിഷ്ണു വിനോദും റീൽ സ്റ്റാർ ആണ്. പറഞ്ഞാൽ മലയാളികളെ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിട്ട് അവര് വിഷ്ണു വിനോദിന്റെ പക്ഷേ ആ മത്സരത്തിൽ ഭേദപ്പെട്ട രീതിയിൽ കളിക്കുകയും ചെയ്തു. അപ്പൊ ഈ 5 പേസർമാരും അതും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള 5 പേരും നിൽക്കുന്ന സമയത്ത് സച്ചിൻ ടെണ്ടുൽക്കറുടെ മകന് പോലും അവസരം ലഭിക്കാത്ത ഒരു IPL സീസണിൽ ഏറ്റവും മികച്ച പേസേഴ്സ് ഒക്കെ ഉള്ള ഒരു ടീമാണ്. എന്നിട്ടും അവർക്ക് ഇങ്ങനെ പരാജയങ്ങൾ നേരിടേണ്ടി വരുന്നു, ടൂർണമെന്റിൽ നിന്ന് പുറത്താവുന്നു. അപ്പോഴും അദ്ദേഹത്തിന്റെ സ്റ്റിൽ വി ആർ എ ഫക്കിംഗ് ടീം, ഗുഡ് ടീം എന്നൊക്കെ പറയുമ്പോൾ അവിടെ ഒരു സഹതാപമാണ് ശരിക്കും നേളിക്കുന്നത്. എങ്കിൽ കൂടിയും രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ ഏതാണ്ട് പ്ലേ ഓഫിന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ മത്സരത്തിൽ യശസ്വി ജയ്സ്വാൾ ആയിരുന്നു സ്റ്റാൻഡ് ഇൻ ക്യാപ്റ്റൻ. അപ്പോൾ നമ്മൾ ആദ്യം പിന്നെ ഈ നമ്മുടെ റിയാൻ പരാഗിന് പരിക്കായിട്ട് അദ്ദേഹം മാറി നിൽക്കുകയാണ്. പരിക്കാണോ അല്ലെങ്കിൽ സംഘക്കാരെ പറഞ്ഞു വിട്ടതാണോ എന്നുള്ളൊരു സംശയം അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഇതിന് മുമ്പത്തെ മത്സരത്തിൽ സംഘക്കാരെ പോലും ഇദ്ദേഹത്തെ തെറിവിളിക്കുന്നത് കാണാമായിരുന്നു. ഒരു ഫീൽഡ് മിസ്, ഒരു 1 റൺ കൊടുക്കേണ്ട സ്ഥലത്ത് 3 റൺസ് അദ്ദേഹത്തിന്റെ ഫീൽഡിംഗ് മിസ് കൊണ്ട് പോകുന്നു. ആ സമയത്ത് സംഘക്കാര തന്നെ ഇറങ്ങി ഒരുപാട് 100 റൺസൊന്നും ഇല്ല ഇവിടെ ചേസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹത്തിനെതിരെ ഷൗട്ട് ചെയ്ത് കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷമുള്ള രണ്ടാമത്തെ മത്സരമാണ് അദ്ദേഹം മിസ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം യശസ്വി ജയ്സ്വാൾ പറഞ്ഞിരിക്കുന്നത് ഹാംസ്ട്രിങ് ഇഞ്ചുറി എന്നാണ്. എങ്കിൽ കൂടിയും ഈ യശസ്വി ജയ്സ്വാൾ സ്റ്റാൻഡ് ഇൻ ക്യാപ്റ്റനായി വന്ന് ഈ മത്സരം വിജയത്തിലേക്ക് എത്തിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചില ബോളിംഗ് ചേഞ്ചുകളൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം ജയ്സ്വാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്യാപ്റ്റൻസി എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് കൃത്യമായിട്ടും ഈ മത്സരത്തിലൂടെ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇപ്പോൾ രാഷ്ട്രീയ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ നല്ല രീതിയിൽ കളിച്ചു, പിന്നീട് ടൂർണമെന്റിന് മിഡിൽ ഫേസിൽ അവർക്കൊരു തകർച്ചയുണ്ടായിരുന്നു. പക്ഷെ അവസാന നിർണായക സമയങ്ങളിൽ അവർ വീണ്ടും തുടർ വിജയങ്ങളുമായിട്ട് പ്ലേ ഓഫിലേക്ക് കയറുകയാണ്. പ്ലേ ഓഫ് കുറെ നേടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ഇനി നടക്കാൻ പോകുന്നത് മുംബൈക്കെതിരായ മത്സരമാണ്. മുംബൈ അത്ര പക്ഷേ മുംബൈ പറഞ്ഞ പോലെ പ്ലേ ഓഫിലേക്ക് കയറുന്നവരെയൊക്കെ അങ്ങ് വെട്ടിയിട്ടേക്കാം എന്ന് കരുതി കളിക്കുന്ന ഒരു ടീമും കൂടിയാണ് മുംബൈ ഇപ്പോൾ.
ഇത് തന്നെ നമ്മൾ ലക്നൌവിനെ കുറിച്ചും നമ്മൾ ഇത് തന്നെയാണ് പ്രഡിക്റ്റ് ചെയ്തിരുന്നത്. കാരണം CSKയുടെ വഴിമുടക്കിയത് ആദ്യം അവരാണല്ലോ, പിന്നെയാണ് CSK അടുത്ത മത്സരത്തോട് തോൽക്കുന്നത്. CSKക്ക് അവരോട് ജയിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി കോൺഫിഡൻസിൽ ബാക്കി 2 മത്സരങ്ങളും പിന്നെ നേരിടാമായിരുന്നു. സ്വാഭാവികമായിട്ട് അവസാന സ്ഥാനങ്ങളിലുള്ള ടീമുകൾ വഴിമുടക്കികളാകുന്നത് നമ്മൾ പലതവണയായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അത് ആവർത്തിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷേ രാജസ്ഥാനെ സംബന്ധിച്ച് ഇനി പിന്നെ ഡോ ഡൈ മാച്ച് ആണല്ലോ. ഇന്നലത്തെ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പോൾ വൈഭവ് സൂര്യവംശിയെ കുറിച്ച് MSK ഇന്നലെ പറഞ്ഞല്ലോ. പിന്നെ ആർട്ട് ഓഫ് പേഷ്യൻസ്, അത് സാധാരണഗതിയിൽ നമ്മൾ വൈഭവ് സൂര്യവംശിയിൽ നിന്നങ്ങനെ പ്രതീക്ഷിക്കുന്ന ഒന്നല്ല. എന്ന് പറഞ്ഞാൽ ആങ്കർ ചെയ്ത് കളിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിലില്ലാത്തതാണെന്നാണ് നമ്മൾ പറയാറുള്ളത്. കാരണം ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ പിന്നെ CSK പരാജയപ്പെട്ടു. അതിൽ ഋതുരാജ് ഗെയ്ക്വാദ് ഏറ്റവും അധികം വിമർശനങ്ങൾ ഏറ്റുവാങ്ങാനുള്ള കാരണം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ ഔട്ടായി കഴിഞ്ഞാൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതിൽ ഋതുരാജ് ഗെയ്ക്വാദ് പരാജയപ്പെടുന്നത്. കാരണം അദ്ദേഹം ഓപ്പണിംഗ് റോളിൽ ഇറങ്ങുന്ന മനുഷ്യനാണ്. അദ്ദേഹം 16ാമത്തെ ഓവറിൽ ഔട്ടാവുന്ന സമയത്ത് റണ്ണേ ബോൾ പോലും ഇല്ലാതെ 12ാമത്തെ ഓവറിൽ ഔട്ടാവുന്ന സമയത്ത് റണ്ണേ ബോൾ പോലും ഇല്ലാതെ അദ്ദേഹം 100ൽ താഴെ സ്ട്രൈക്ക് റേറ്റിൽ പോകും. ബൗണ്ടറി അടിച്ചിട്ടില്ല 12 ഓവർ എന്നിട്ട്. അതെ, അതുപോലെ തന്നെ പവർ പ്ലേയിൽ ബൗണ്ടറി ഇല്ലാത്തൊരു ഓപ്പണറെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ സഞ്ജു സാംസനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തു. അപ്പോൾ ഇന്നലത്തെ മത്സരത്തിൽ ഇദ്ദേഹം പറയുന്നത്, വൈഭവ് സൂര്യവംശി മത്സരത്തിന് ശേഷം പറയുന്നത്, ഏത് ഘട്ടത്തിൽ വേണമെങ്കിലും ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയുമല്ലോ. അത് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് ആണ്. 15ാം വയസ്സിൽ ഒരാളുടെ കോൺഫിഡൻസ് ആണ്. 8ാമത്തെ ഓവറിൽ അദ്ദേഹം 16 ബോളിൽ 25 റൺസുമായി നിൽക്കുന്നു. 12 ബോളിൽ 11 മറ്റോ. അതായത് പവർ പ്ലേയിൽ സാധാരണഗതിയിൽ 15 ബോളിൽ അദ്ദേഹം 50 അടിക്കുക. 3 തവണ ഈ സീസണിൽ 15 ബോളിൽ 50 അടിച്ചിട്ടുണ്ട്. 3 തവണ 15 ബോളിൽ 50 അടിച്ചൊരു മനുഷ്യൻ 12 ബോളിൽ 11 അങ്ങനെ റണ്ണേ ബോളിലൊക്കെ നിൽക്കുന്നത് നമ്മൾ കാണുന്ന സമയത്ത് ആർട്ട് ഓഫ് പേഷ്യൻസ് ഇദ്ദേഹം എവിടെ നിന്നാണ് പഠിച്ചതെന്ന് ചോദിക്കുന്ന സമയത്ത് വൈഭവ് സൂര്യവംശി മത്സരത്തിന് ശേഷം പറയാണ്, ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ കഴിയുമോ, കാമായി തുടങ്ങിയതിനു ശേഷം ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ എനിക്ക് ശേഷിയുണ്ട് എന്നതൊരു 15 വയസ്സുകാരൻ്റെ എനിക്കത് ചെയ്യാമായിരുന്നു എന്നുള്ളൊരു സംഭവം പറയാം. അതെ, ഇപ്പൊ ഇന്നലെ നമ്മൾ കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും സമരം കൂടി പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി തിരിച്ചു വരും. ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് 11-25 ആണ് അദ്ദേഹത്തിന്റെ സ്കോർ. തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ കളി സ്കോറേ നോക്കിയിട്ടില്ല. തിരിച്ചു വരുന്ന സമയത്ത് 80ലേക്ക് അത് ഗിയർ ഷിഫ്റ്റ് ചെയ്ത് ഉയർത്തിയിരിക്കുന്ന ഒന്നാണ്. സോ ഈ 2 ടീമുകളുടെയും ഡിഫറൻസ് എന്ന് പറയുന്നത് പിന്നെ വൈഭവ് സൂര്യവംശി മാത്രമായിരുന്നു. അത് മാത്രമല്ല, മൂസിൻ ഖാന്റെ ഔട്ടാവുന്ന ഓവറിൽ ഒരു ലൈഫ് കിട്ടുന്നുണ്ട്. മൂസിൻ ഖാൻ സ്റ്റംപ് ചെയ്യാൻ വളരെ സിമ്പിളായ ഒരു അവസരം കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തലയിൽ കൈവയ്ക്കുന്നുണ്ട്. ദിഗ്വേഷ് പോയി ടച്ച് ചെയ്താൽ മതിയായിരുന്നു. അതേ ഓവറിൽ തന്നെ ഔട്ടാവുന്നുണ്ട്. പക്ഷെ ആലോചിച്ച് നോക്ക്, പിന്നെ അതിനുശേഷമുള്ള 3 ഓവറിൽ അവർ ഒരൊറ്റ ബൗണ്ടറി പോലും, ഒരു ഓവറിലും ബൗണ്ടറി അടിച്ചില്ല. അടുത്ത 3 ഓവറിൽ ബൗണ്ടറി അടിച്ചില്ല. അതിനുശേഷമുള്ള 3 ഓവറിൽ ഓരോ ബൗണ്ടറി വീതം അടിച്ചിട്ടാണ് അവർ കളി ജയിക്കുന്നതെന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ടോൺ സെറ്റ് ചെയ്തത് വൈഭവ് സൂര്യവംശിയാണ്. വൈഭവ് സൂര്യവംശി മാത്രമാണ്. അതിനുശേഷം അവർക്ക് ബൗണ്ടറി ഇല്ലാത്ത 3 ഓവർ ഉണ്ടായിട്ട് പോലും രാജസ്ഥാൻ കളി ജയിക്കുന്നു എന്നിടത്താണ് വൈഭവ് സൂര്യവംശി എങ്ങനെ ഡിഫറൻ്റ് ആവും പിന്നെ എന്ന് മനസ്സിലാവുന്നത്. ഇന്നലത്തെ മത്സരത്തിൽ ഒരുപാട് റെക്കോർഡുകളുണ്ട്. 86 റെക്കോർഡ്. അതുപോലെ തന്നെ പവർ പ്ലേയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന 2ാമത്തെ താരമാണ് അദ്ദേഹം. ഇനി ഡേവിഡ് വാർണറിന്റെ റെക്കോർഡ് മാത്രമാണ് മറികടക്കാനുള്ളത്. പവർ പ്ലേയിൽ ഏറ്റവും കുറവ് റൺസ് സ്കോർ ചെയ്ത ഒരു മത്സരത്തിലാണ് അദ്ദേഹം ട്രാവിസ് ഹെഡിനെ മറികടന്ന് 2ാം സ്ഥാനത്തേക്ക് എത്തുന്നത്. പവർ പ്ലേയിൽ നല്ല ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇനിയും മത്സരങ്ങൾ ബാക്കി ഉണ്ടാകുമ്പോൾ ഡേവിഡ് വാർണർ റെക്കോർഡ് മറികടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. IPL ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശിയ താരം ഇദ്ദേഹമാണെന്ന് ആലോചിക്കണം. ആൻഡ്ര റസലിന്റെയോ മറ്റോ റെക്കോർഡാണ് മറികടക്കുന്നത്. അങ്ങനെ വൈഭവ് സൂര്യവംശി 15ാം വയസ്സിൽ തന്നെ പിന്നെ ടോൺ കഴിയുമ്പോഴേക്കും മിക്കവാറും എമർജിംഗ് പ്ലെയറും അതുപോലെ ബെസ്റ്റ് പ്ലെയർ അവാർഡും ഓറഞ്ച് ക്യാപ്പും പിന്നെ ഏറെക്കുറെ സ്വന്തമാക്കാൻ സാധ്യത. കാരണം പ്ലേ ഓഫിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എലിമിനേറ്റർ ഒക്കെ കളിക്കാൻ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെയും 2 മത്സരങ്ങൾ അവർക്ക് കിട്ടും. അപ്പോഴും മത്സരങ്ങൾ കൂടുതൽ കിട്ടുക ചെയ്യുക എന്നാണ്. സോ പിന്നെ വൈഭവിനെ സംബന്ധിച്ച്, രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഈ ടൂർണമെന്റിൽ ഇപ്പോൾ ധ്രുവ് ജുറേലിനെ കുറിച്ചുകൂടി നമുക്ക് എടുത്തു പറയാനെന്ന് തോന്നുന്നു. യശസ്വി ജയ്സ്വാളും വൈഭവും ചേർന്ന് ഒരു 10-75 റൺസിന്റെ കൂട്ടുകെട്ടുണ്ടാക്കുന്നു. അതിനുശേഷം പിന്നെ ധ്രുവ് ജുറേലും വൈഭവും ചേർന്നുണ്ടാക്കുന്ന ഒരു 100 സ്റ്റാൻഡ്. ഇതാണ് യഥാർത്ഥത്തിൽ കളിയുടെ ടെമ്പോയും ഒക്കെ നിർണ്ണയിച്ചത്. പിന്നെ അവരൊരു 14ാമത്തെ ഓവറിലോ മറ്റുമാണ് മായങ്ക് യാദവിന്റെ ഒരു ഓവറിൽ, അതിന് മുമ്പുള്ള ഒരു ഓവറാണ്, 14 മുമ്പുള്ള ഒരു ഓവറാണ്, മായങ്ക് യാദവിന്റെ ഒരു ഓവറിൽ 29 റൺസ് അടിക്കുന്നുണ്ട്. ആ ഓവറാണ് കളിയുടെ വിധി തന്നെ മാറ്റിയത്. മൊത്തത്തിലൊരു ഡിഫറൻറ്റ് ഈ കളി. പ്രിൻസ് യാദവും മായങ്ക് യാദവും, പ്രിൻസ് യാദവ് ഈ സീസണിൽ അവരുടെ ഏറ്റവും മികച്ച, ഏറ്റവും ബെസ്റ്റസ്റ്റ് ഓപ്ഷനുകളിൽ ഒന്നായ പ്രിൻസ് യാദവ് ഏറ്റവും കൂടുതൽ തല്ലുകൊണ്ടൊരു ദിവസമാണ് ഇന്നലെ. മായങ്ക് യാദവും നല്ല തല്ലുകൊണ്ട ദിവസമാണ്. മൂസിൻ ഖാനെ കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ചില മത്സരങ്ങളിൽ താരതമ്യേന കുറവാണ്, 31 റൺസേ വഴങ്ങിയുള്ളൂ. അതെ, താരതമ്യേന കുറവാണ്. അപ്പോഴും വൈഭവ് സൂര്യവംശി എല്ലാവരെയും ഹിറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. മറ്റൊന്ന് എടുത്തു പറയാനുള്ള ഋഷഭ് പന്തിന്റെ ഫോമിനെ കുറിച്ച് തന്നെയാണ്. 27 കോടിക്ക് അദ്ദേഹത്തെ ലക്നൗ എടുത്തതിന് ശേഷം അദ്ദേഹം 27 മത്സരങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അദ്ദേഹം 130ൽ താഴെ സ്ട്രൈക്ക് റേറ്റിലാണ്. സ്റ്റിൽ ആ എടുത്തതിന് ശേഷം ഇതുവരെ ബാറ്റ് വീശിയിട്ടുള്ളത് എന്ന് ആലോചിക്കണം. അദ്ദേഹത്തിന്റെ ടീമിനെ കുറിച്ച് ഇത് ഫക്കിംഗ് ഗുഡ് ടീം എന്ന് പറയുന്ന സമയത്ത് പോലും അദ്ദേഹത്തിൽ തുടങ്ങുന്നു ആ ടീമിന്റെ പ്രശ്നങ്ങൾ എന്ന് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. ഇവരുടെ മാനേജ്മെന്റ് ഗോയങ്ക ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഭയങ്കര ഹാപ്പിയാണ്. ഇന്നലെ മാച്ചിന് ശേഷം വൈഭവിനെ വിളിക്കുന്നു,
വൈഫിന്റെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നു, സംസാരിക്കുന്നു, ഭയങ്കര കൂളാണ്. പറയുന്നില്ല എന്ത് പുള്ളിക്ക് ഒട്ടായ കാര്യമില്ലാന്ന് തോന്നിയിട്ടായിരിക്കും പുള്ളി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവും, അടുത്ത സീസണിൽ ഇവനെ അടുപ്പിക്കരുത് എന്നുള്ള തീരുമാനം. ഇനി ഒരു മത്സരം കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഋഷഭ് പന്തിന് ഒരു സെഞ്ചുറി കൂടെ അടിക്കാനുള്ള സാധ്യതകൾ എല്ലാം ഉണ്ട് അടുത്ത സീസണിൽ തുടരാൻ വേണ്ടിയിട്ട്. എന്നാലും കഴിഞ്ഞ സീസണിൽ അങ്ങനെ ആയിരുന്നല്ലോ, എല്ലാം തോറ്റ് തരിപ്പണമായി നിൽക്കുന്ന സമയത്ത് അവസാനം നേടിയ സെഞ്ചുറിയുടെ പേരിലാണ് അദ്ദേഹം വീണ്ടും ടീമിൽ തുടരുന്നത്. സോ അതുപോലെ തന്നെ ടോം മൂഡിയൊക്കെ, അവരുടെ ടീം ഡയറക്ടർ ടോം മൂഡിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ടീമിൻ്റെ ഏറ്റവും വലിയ സ്ട്രഗിൾ ഇതിൻ്റെ മിഡിൽ ഓർഡറാണ്. മിഡിൽ ഓർഡറുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാൾ ഋഷഭ് പന്താണെന്ന് ആലോചിക്കണം. അദ്ദേഹം ഈ സീസണിൽ തുടക്കത്തിൽ ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ ഇറങ്ങുന്നുണ്ട്, പിന്നെ അദ്ദേഹത്തെ നമ്പർ 3 റോളിലേക്ക് ഇറക്കുന്നുണ്ട്. നിക്കോളസ് പൂരിനെ പിന്നെ നമ്പർ 3 റോളിലേക്ക് ഇറക്കിയിട്ട് ഇദ്ദേഹത്തെ ഇന്നലെയൊക്കെ നമ്പർ 4 കളിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ സീസണിലും അദ്ദേഹം പല പൊസിഷനിൽ ഇറങ്ങുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ സീസണിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ നമ്പർ 3 റോളാണ് ഇറങ്ങിയിട്ടുള്ളത്. എങ്കിൽ പോലും കളിച്ച 12 ഇന്നിങ്സുകളിൽ 7 ഇന്നിങ്സുകളിൽ 20-ൽ താഴെ സ്കോറുകളാണ് ഋഷഭ് പന്ത് സ്കോർ ചെയ്തിട്ടുള്ളത് എന്നാണ്. ഇന്നലത്തെ ദിവസം അദ്ദേഹത്തിനെ സംബന്ധിച്ച് വലിയ നഷ്ടങ്ങളുടെ ദിവസങ്ങളിലൊന്നാണ്. അദ്ദേഹം ഏകദിന ടീമിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു. 2 ടെസ്റ്റ് ടീമിൽ അദ്ദേഹത്തിൻ്റെ വൈസ് ക്യാപ്റ്റൻസി നഷ്ടമായ ഒരു ദിവസമാണ് ഇന്നലെ. അതേപോലെ തന്നെ ഇന്നലെ ഒരു 10-250 ആ സ്കോറിന് എത്തിക്കാൻ കഴിയുന്ന ഒരു മത്സരത്തിൽ പോലും ഋഷഭ് പന്ത് മിഡിൽ ഓവറുകളിൽ സ്ട്രഗിൾ ചെയ്തതാണ്. അവരെ പിന്നെ അവസാന ഓവറുകളിൽ ആർച്ചറൊക്കെ പിന്നെയും പിടിച്ചറിയുന്നുണ്ട്, ഡെത്ത് ഓവറുകളൊക്കെ പിടിച്ചറിയുന്നത്. അങ്ങനെയാണ് അത് 10-220 ഒതുക്കിയത്. എന്നിട്ട് ഋഷഭ് പന്ത് പറയുന്നുണ്ട്, ഇതുപോലെ ഒരു ഫ്ലാറ്റ് പിച്ചിൽ ബാറ്റർമാർ നന്നായി പെർഫോം ചെയ്യുന്ന ഫ്ലാറ്റ് പിച്ചിൽ ബോളർമാരിൽ നിന്ന് നിങ്ങളധികമൊന്നും പിന്നെ പ്രതീക്ഷിക്കരുതെന്നാണ്. എന്നാൽ അവർ ബാറ്റർമാരിൽ നിന്ന് പ്രതീക്ഷിക്കണം, ഋഷഭ് പന്തിൽ നിന്ന് കിട്ടേണ്ടത് അവർക്ക് കിട്ടണം. അത് കിട്ടിയിട്ടില്ല എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ എന്താണ്. സോ രാജസ്ഥാൻ റോയൽസ് ഒന്നുകൂടി ഇപ്പം മുംബൈയെ തോൽപ്പിക്കാൻ അവർക്ക് കഴിയുമോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ അവിടെ നിൽപ്പുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മുംബൈ രാജസ്ഥാൻ്റെ അപ്പോഴും വഴിമുടക്കാനുള്ള സാധ്യതയൊന്നുമില്ല. കാരണം അപ്പുറത്തെ ടീമുകൾക്കും നെറ്റ് റൺ റേറ്റും ബാക്കിയുള്ള ടീമുകളുടെ പെർഫോമൻസുകളൊക്കെ നോക്കുന്ന സമയത്ത് നേരിയ സാധ്യതകളാണല്ലോ അവശേഷിക്കുന്നത്. അപ്പോഴും കംപ്ലീറ്റ് സാധ്യതകൾ രാജസ്ഥാനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ രാജസ്ഥാൻ ഡോ ഡൈ മാച്ചിൽ കൈമേ പിറന്നു പോരുതും എന്നാണ് കരുതുന്നത്. രാജസ്ഥാന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസിന് ഒരു കാരണം ചെന്നൈയും തൊട്ട് മുമ്പത്തെ മത്സരത്തിൽ ചെന്നൈ പരാജയപ്പെടുന്നു, പഞ്ചാബും പരാജയപ്പെടുന്നു. തുടർച്ചയായ 2 ദിവസങ്ങളിൽ രാജസ്ഥാൻ ഏതെങ്കിലും തരത്തിൽ വഴിമുടക്കികളാകുമെന്ന് കരുതിയ 2 ടീമുകളും പരാജയപ്പെടുന്നത് രാജസ്ഥാന് കൊടുക്കുന്ന ഒരു വലിയ കോൺഫിഡൻസ് ഉണ്ട്. ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് ഇന്നലെ അവർ കളിക്കുന്നത്. ഇപ്പോൾ വൈഭവിനെ കുറിച്ച് നമുക്ക് പറയാൻ തോന്നുന്നു. കാരണം വൈഭവിൻ്റെ ഇപ്പോൾ ആകെ 579 റൺസിൽ 518 റൺസും വരുന്നത് ബൗണ്ടറിയിലൂടെയാണ്. ആകെ ഒരു 10-40 റൺസ് മാത്രമാണ് അദ്ദേഹം ഓടിയെടുക്കുന്നത് ഈ 13 മത്സരങ്ങളിൽ നിന്നുള്ള ശ്രദ്ധിക്കണം. അപ്പോൾ എല്ലാ ബോളും ഞാൻ ഹിറ്റ് ചെയ്യുമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് കളിക്കുന്നത്. വൈഭവിനെ പുറത്താക്കാൻ ഇപ്പോൾ ഒരു ആർട്ടിക്കിൾ വായിച്ചിട്ടുണ്ടായിരുന്നു, വൈഭവിനെ ഏത് രീതിയിൽ പുറത്താക്കാം. വൈഭവിനെ പുറത്താക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കാനുള്ള ഏക മാർഗം അദ്ദേഹത്തിൻ്റെ മുഖത്തിന് നേരെ ബൗൺസറുകൾ എറിയുക എന്നുള്ളത് മാത്രമാണ്. അത് അദ്ദേഹം പുള്ളിന് ശ്രമിക്കും, സ്വാഭാവികമായിട്ടും ക്യാച്ചിന്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഒരു അത്തരത്തിലൊരു സാധ്യത വന്ന്, പക്ഷെ ഒരു നോമാൻസ് ലാൻഡ്സിലാണ് ആ ബോൾ വന്ന് വീണത്, അതുകൊണ്ട് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല. വൈഭവിനെ വിക്കറ്റ് എടുക്കാനുള്ള ഏക സാധ്യത അല്ലെങ്കിൽ വൈഭവിനെ ഡിഫെൻഡ് ചെയ്യിപ്പിക്കാനുള്ള ഏക സാധ്യത മുഖത്തിന് നേരെ ബൗൺസർ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ചും കൂടി ഹൈയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം T20 പുതിയ നിയമപ്രകാരം അത് നോ ബോൾ വൈഡിലേക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് മാത്രമാണ് ഏക മാർഗം. ബാക്കി എവിടെ ഇട്ട് കഴിഞ്ഞാലും അദ്ദേഹം പിടിക്കുകയാണ്. ഇപ്പോൾ മയങ്കിൻ്റെ ആയിക്കോട്ടെ, പ്രിൻസിൻ്റെ ആയിക്കോട്ടെ 140 അറൗണ്ട് 150 വരുന്ന ബോളുകളൊക്കെ തൂക്കിവിടാണ്. ഇന്നലെ 149 എറിഞ്ഞൊരു ഷോർട്ട് പിച്ച് ബോൾ അദ്ദേഹം നേരെ 6 തൂക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ബാറ്റ് സ്വിങ് തന്നെയാണ് ഇപ്പോൾ സ്വാധ്യമായ രീതിയിലാണ്. ആ ഒരു പേസിൽ, ആ ഒരു ക്വാളിറ്റിയിൽ ബാറ്റ് സ്വിങ്ങുള്ള വേറൊരു ബാറ്റർ ഇല്ല തന്നെ പറയേണ്ടി വരും. ആ രീതിയിലാണ്, അത് തന്നെയാണ് എല്ലാ, അതായത് വൈഭവ് തൊട്ട് കഴിഞ്ഞാൽ നേരെ അത് നമ്മൾ പുറത്തുനിന്ന് എടുക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഇന്നലെ 2-3 ബോളുകൾ ആ ഷീറ്റിൻ്റെ മേലെന്ന് എടുക്കുന്നൊരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഹിറ്റിംഗ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും വൈഭവ് നൽകുന്നൊരു കോൺഫിഡൻസ്, വൈഭവ് തിളങ്ങുന്ന, നേരത്തെ ആര് സൂചിപ്പിച്ച പോലെ തന്നെ സഞ്ജു തിളങ്ങുമ്പോൾ ചെന്നൈക്ക് പോസിറ്റീവ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് വൈഭവ് തിളങ്ങുമ്പോൾ അത് രാജസ്ഥാന് വലിയ പ്രതീക്ഷ തന്നെയാണ്. വൈഭവിൻ്റെ രാജസ്ഥാൻ്റെ പ്ലേ ഓഫിലേക്കുള്ള വലിയ സാധ്യതകളിലൊന്നും അത് തന്നെയാണ്. കാരണം ഇനി മത്സരം നടക്കാനുള്ളത് മുംബൈക്കെതിരെ വാങ്കഡയിലാണ്. അത് ബാറ്റിങ്ങിന് വലിയ രീതിയിൽ ആനുകൂല്യം നൽകുന്ന പിച്ചാണ്. അവിടെയും സ്വാഭാവികമായിട്ടും ചെറിയ സവായ് മാൻസിംഗ് സ്റ്റേഡിയം പോലെ തന്നെ ചെറിയ ബൗണ്ടറികളുള്ള പിച്ചാണ്. സ്വാഭാവികമായിട്ടും വൈഭവ് ടച്ച് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, വലിയ സ്കോറിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മുംബൈയുടെ എല്ലാ ബലഹീനതയും മുതലെടുത്തുകൊണ്ട് വൈഭവ് രാജസ്ഥാനെ പ്ലേ ഓഫിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിക്കാം. നേരത്തെ നമ്മൾ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ജയിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ ബലമൊന്നും ആശ്രയിക്കേണ്ട, കുറച്ചുകൂടി നല്ല റൺ റേറ്റ് ആണെങ്കിൽ പൊസിഷനിൽ വരെ അവർക്ക് നല്ല രീതിയിൽ കയറാം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് വലിയൊരു പോസിറ്റീവ് തന്നെയാണ്. ഒപ്പം തന്നെ അവരുടെ ടോപ്പ് ഓർഡർ വലിയ വിമർശന വിധേയമായിരുന്നു. പക്ഷേ നമുക്കറിയാം ഇപ്പോൾ 420 റൺസുമായി ധ്രുവ് ജുറേലുണ്ട്, 370 റൺസുമായി യശസ്വി ജയ്സ്വാളുണ്ട്. ജയ്സ്വാൾ ഇടയ്ക്ക് 2 മത്സരങ്ങളുടെ പുറത്തിരുന്നിരുന്നു. അപ്പോൾ അവരുടെ ടോപ്പ് ഓർഡർ നല്ല രീതിയിൽ ഇപ്പോൾ കളിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ
MSK ചിലപ്പോൾ ഓക്കെ ആണെന്നില്ല. ഇന്നലത്തെ ഒരു സെൻസിബിൾ ഇന്നിങ്സ് ആയിരുന്നു ധ്രുവിൻ്റെത് വന്നത്. അദ്ദേഹം പിടിച്ചു നിന്ന്. കാരണം അവർ പിന്നെ റൺ റേറ്റിലേക്കല്ല നോക്കുന്നത്. 2 മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് അവസാന പോയിന്റ് തന്നെ ഫുൾ കംപ്ലീറ്റ് പോയിന്റ് നേടാമെന്നുള്ള ആറ്റിറ്റ്യൂഡ് കളിച്ചത്. ബൗണ്ടറി ഇല്ലാത്ത 10-25 പന്തുകൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ആ സമയത്ത് ധ്രുവ് ജുറേലും മറ്റും തന്നെയായിരുന്നു ബാറ്റിംഗ് ഉണ്ടായിരുന്നത്. പക്ഷേ അവർ ഒരു അനായാസ വിജയം തന്നെയാണ്. കാരണം അതിനുള്ള സ്റ്റേജ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഒരു കാൽക്കുലേറ്റഡ് ഇന്നിങ്സ് കളിച്ചാൽ മതി എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ധ്രുവ് ജുറേൽ ആക്സിലേറ്റ് ചെയ്യേണ്ട സ്ഥലത്ത് ആക്സിലേറ്റ് ചെയ്തിട്ടുണ്ട്. ചേസിംഗിലാവുമ്പോൾ ഇത്രയും ഇന്നിങ്സുകൾ ആവശ്യം ഉണ്ടാവും. പക്ഷേ ഈ ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ ഇത്രയും ഇന്നിങ്സുകൾ വരികയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ക്രൈം തന്നെയാണ്. ഈ നമ്മുടെ ഗെയ്ക്വാദിൻ്റെ നമ്മൾ അതെ. അപ്പോൾ ഇന്നലത്തെ ഇത് തന്നെ ഒരു 10-20 റൺസ് LSG ഷോട്ട്സ് ഉണ്ടെന്നുള്ള കാര്യമാണ്. കാരണം അറൗണ്ട് 88 റൺസ് അങ്ങാണ്ട് അവർക്ക് പവർ പ്ലേയിൽ ഉണ്ടായിരുന്നു. അവരെക്കാളും വളരെ കുറഞ്ഞ സ്കോറായിരുന്നു രാജസ്ഥാൻ ഉണ്ടായിരുന്നത്. രാജസ്ഥാന് മിഡിൽ ഓവർ പിടിച്ചു. 112 റൺസാണ് ആ 9 ഓവറിൽ രാജസ്ഥാൻ അടിച്ചെടുത്തിട്ടുള്ളത്. ആ സമയത്ത് LSGക്ക് ഒരു തരത്തിലും ഒന്നും നേടാൻ കഴിഞ്ഞില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഋഷഭ് പന്തെല്ലാം കൂടി ആ സമയത്ത് വളരെ മോശമായിരുന്നു. പക്ഷെ അവിടെ വൈഭവം ഉണ്ടായിരുന്നതുകൊണ്ട് രാജസ്ഥാൻ നല്ല സ്കോർ ഉയർത്താൻ പറ്റി. ഡെത്ത് ഓവറുകളും ഭേദപ്പെട്ട രീതിയിൽ കളിക്കാൻ പറ്റി. പിന്നെ ഒരു ടാർഗറ്റ് അവിടെ വന്നുകൊണ്ട് അവർ ആ രീതിയിലാണ് ഡെത്ത് ഓവറിൽ കളിച്ചത്. LSGക്കും ഡെത്ത് ഓവറിൽ നന്നായിട്ട് കളിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു തിരിച്ചടി തന്നെയാണ്. ഇതില് പിന്നെ LSG ഈ ഷാബാസ് ഒരു കാര്യം കൂടി, ഇന്നലെ വൈഭവ് അണിഞ്ഞ ക്യാപ്പ് വിരാട് സൈൻ ചെയ്തൊരു ക്യാപ്പുമായിട്ടാണ് വൈഭവ് ഇന്നലെ കളിച്ചത്. അത് പലപ്പോഴും കാണിക്കുന്നുണ്ടായിരുന്നു ക്യാമറയിൽ. പിന്നെ വൈഭവ് ഇടയ്ക്ക് എടുത്തിട്ട് ആ സൈനൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. വൈഭവിന്റെ മറ്റൊരു വീഡിയോ കൂടി വൈറലായിട്ടുണ്ട്. അദ്ദേഹം മാൻ ഓഫ് ദി മാച്ച് അവാർഡ് നേടിയതിനു ശേഷം പാൻറ്റൊക്കെ ഒന്ന് ഊരി വെച്ചിട്ട് നടക്കുന്നതും സ്റ്റിൽ ഒരു കുട്ടിയാണ് വീഡിയോ ഒക്കെ ഉണ്ട്. ഇതില് പിന്നെ LSG അവരുടെ ബോളേഴ്സിന് യൂസ് ചെയ്യുന്നതിൽ പ്രധാനമായിട്ടും ഷഹബാസ് അഹമ്മദ്. എനിക്കൊന്ന് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ഈ രാത്തിനേക്കാളും നന്നായിട്ട് പന്തെറിഞ്ഞത് ഷഹബാസ് അഹമ്മദാണ്. അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹം കൃത്യമായിട്ട് ലൈനിലും ലെങ്തിലും എറിയുന്നു, പിന്നെ വിക്കറ്റുകൾ നേടുന്നു. അപ്പം ഇദ്ദേഹത്തിന് ഒരു ഓവർ പോലും ഒറ്റൊരു ബോൾ മാത്രമാണ് പന്ത് ലൈൻ റീസണായി പറഞ്ഞത് ലെഫ്റ്റി ആയിട്ടുള്ള വൈഭവം അവിടെ ഉള്ള സമയത്ത് ഞാൻ അവനെ യൂസ് ചെയ്യണമെന്നാണ്. പക്ഷെ അങ്ങനെ യൂസ് ചെയ്യാത്തത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല എന്നുള്ളത്. അതായത് ഈ ദിഗ്വേഷ് രാത്തിയേക്കാളും എക്സ്പീരിയൻസ്ഡും അത് മാത്രമല്ല വൈവിധ്യവും ബാറ്റ്സ്മാരുടെ സ്റ്റാൻസ് അനുസരിച്ചിട്ട് പന്തെറിയും ചെയ്യുന്ന ഒരു ബോളറാണ് ഷഹബാസ് അഹമ്മദ്. അദ്ദേഹത്തെ പിന്നെ ഇതിനു മുമ്പത്തെ ഒരു മത്സരത്തിൽ പോലും പന്ത് വിശ്വാസത്തിലെടുത്തിരുന്നില്ല. അതായത് ഒരു ഓവർ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള സമയത്തും മറ്റൊരു മത്സരത്തിൽ എയ്ഡൻ മാർക്രമിന് ലാസ്റ്റ് ഓവർ കൊടുത്തൊരു അനുഭവം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഒരു ഓവർ ഇദ്ദേഹത്തിന്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പം പന്ത് കൃത്യമായിട്ടും 2 സിക്സ് അടിച്ചിട്ടാണ് ഇതില് ഈ പൊതുവെ T20 ഗാംബ്ലിങ്ങൾക്ക് ഇവര് മുതിരാതിരിക്കുക എന്ന് ക്യാപ്റ്റന്മാര് പൊതുവെ പിന്നെ അവര് സ്വയം തീരുമാനിക്കുന്നതിൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരാണ്. ഇപ്പോൾ ലെഫ്റ്റീസിനെ ലെഫ്റ്റ് ഹാൻഡർമാർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വൈഭവ് സൂര്യവംശി മുമ്പിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങളൊരു ലെഫ്റ്റ് ഹാം ബോളർ ഇട്ട് കൊടുത്തില്ലേ എന്നതായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ അങ്ങനെ ഗാംബ്ലിങ്ങൾക്ക് അവർ മുതിരുന്നില്ല എന്നല്ല. പക്ഷെ സ്വാഭാവികമായിട്ടും റിസൾട്ട് ഇല്ലാതാകുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് വരും. MSK പറഞ്ഞത് ആണ്. ഗാംബ്ലിങ്ങിന് അപ്പുറം ഇദ്ദേഹം ഒരു പ്രൈം ബോളർ തന്നെയാണ്. ഷഹബാസ് അഹമ്മദ് നമുക്കറിയാം ഈ RCBക്കൊപ്പം അദ്ദേഹം കളിക്കാറുണ്ടായിരുന്നു. RCB കൃത്യമായിട്ട് അദ്ദേഹത്തെ ഒരു ഓൾറൗണ്ടറായിട്ട് യൂസ് ചെയ്ത് ഒരുപാട് സമയമുണ്ട്. 1 ഡൗൺ ബാറ്റ്സ്മാൻ ആയിട്ടൊക്കെ അദ്ദേഹത്തെ ഇറക്കുകയും അദ്ദേഹം ഒരു 40+ അല്ലെങ്കിൽ 50+ റൺസൊക്കെ നേടിയിട്ടുണ്ട്. ബോളിങ്ങിലും നന്നായിട്ട് തന്നെ ഡെലിവർ ചെയ്തൊരു താരമാണ്. പക്ഷേ ഭയങ്കരമായിട്ട് അണ്ടർ യൂസ് ചെയ്യുകയാണ് ഈ സീസണിൽ, അല്ലെങ്കിൽ ഇപ്പൊ ഇദ്ദേഹത്തെ. പിന്നെ ഉള്ളത് മായങ്ക് യാദവാണ്. മായങ്ക് യാദവിന് ഇന്നലെ 50 റൺസോളാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. പേസ് പക്ഷേ 150 അടുത്ത് സ്ഥിരമായിട്ട് എറിഞ്ഞുകൊണ്ടിരിക്കുക. അതും വൈഭവാണെങ്കിൽ ലെങ്ത് പിക്ക് ചെയ്യാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അതിനനുസരിച്ച് പേസ് ഇട്ട് കൊടുത്ത് പേസ് യൂസ് ചെയ്താണ് അടിക്കുമല്ലോ. മായങ്കിന്റെ വരവ് എന്നുള്ളത് മായങ്ക് ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് IPL ഓവർ എറിഞ്ഞത് ശിഖർ ധവാനെതിരെയാണ്. ശിഖർ ധവാൻ ആ സമയത്ത് ഒരു ബോളർ വരുന്നു, അദ്ദേഹം നല്ല ഫോമിൽ കളിക്കുകയാണ്. പിന്നെ എന്താവും എന്നുള്ള പിന്നെ ആരാണ് ഈ ബോളർ എന്നൊന്നും അറിയില്ല. അപ്പോൾ ശിഖർ ധവാൻ ഫസ്റ്റ് ഇത് ഫേസ് ചെയ്യുന്ന സമയത്ത് ആ പന്ത് തന്നെ 140 സംതിങ് അല്ലെങ്കിൽ 150 അന്ന് ഭയങ്കരമായിട്ട് പിന്നെ ചർച്ചയായിട്ടുള്ള വാർത്തകളിലൊന്നായിരുന്നത് ശിഖർ ധവാൻ ശിഖർ ധവാൻ അപ്പോഴാണ് ഒരു ഷിയർ പേസ്. പിന്നെ അദ്ദേഹത്തിന്റെ ഭാവമൊക്കെ മാറുകയാണ്. അതായത് ശിഖർ ധവാന് ബോഡി ലൈനിൽ 2-3 പന്തുകൾ പിന്നെ ദേഹത്ത് തൊട്ടില്ല എന്ന തരത്തിൽ അങ്ങ് ചീറിപ്പാഞ്ഞ് പോയപ്പോഴാണ് മായങ്ക് യാദവ് എന്നുള്ള ബോളർ
ആ മത്സരത്തിൽ അദ്ദേഹത്തിന് 3 വിക്കറ്റ്, ശിഖർ ധവാന്റെ അടക്കം 3 വിക്കറ്റുകൾ ലഭിക്കുകയും ചെയ്തു. അതിനുശേഷമുള്ള പിന്നെ മായങ്ക് യാദവിനെ നമുക്കറിയാം, കഴിഞ്ഞ സീസണിന്റെ മുമ്പ് പരിക്കായിട്ടൊരു സീസൺ നഷ്ടമാവുന്ന മായങ്ക് യാദവിനെ കണ്ടിട്ടുണ്ട്. ഇന്ത്യൻ ടീമിലെത്തും. മായങ്ക് യാദവിനെ കുറിച്ച് എന്തെങ്കിലും വീഡിയോ ചെയ്തിരുന്നു? അല്ല, മായങ്ക് യാദവ് നല്ല പേസിൽ, നമുക്കറിയാം ഇങ്ങനെ പേസ്, അതായത് ഇന്ത്യയുടെ പിന്നെ അടുത്ത ബ്രെറ്റ്ലി അല്ലെങ്കിൽ അടുത്ത ഷോയിബ് അക്തർ എന്ന രീതിയിൽ തന്നെ പിന്നെ വിശേഷിപ്പിക്കപ്പെടുന്ന ഇതുപോലുള്ള ഒരുപാട് പേസർമാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരെങ്ങും എത്താതെ പോകുന്ന അനുഭവമാണ് ഉമ്രാൻ മാലിക്കിനെ നമുക്കറിയാം. ഒരു സീസണിൽ പേസേഴ്സ് ആണ് ഒരുപാടുണ്ട്. ഇപ്പോ നവദീപ് സൈനി വന്ന സമയത്ത് ഭയങ്കര പേസ് ആയിട്ട് വന്നായിരുന്നു. 115 അടുത്തൊക്കെ ഏറ്റവും അതല്ല, ഈ കഴിഞ്ഞ കാലങ്ങളായിട്ട് ഉമ്രാൻ മാലിക് എന്നുള്ള താരത്തെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അതായത് ഒരു സീസണിൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പേസിൽ പന്തെറിയുന്ന, ഒരു മത്സരത്തിൽ പന്തെറിയുന്ന താരത്തിന് 1 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ച ഒരു സീസൺ ഉണ്ടായിരുന്നു 2 സീസൺ മുമ്പ്. അപ്പം 14 മത്സരങ്ങളിൽ ഈ ഉമ്രാൻ മാലിക് കളിച്ചിട്ടുണ്ട്. ആ കളിച്ച മത്സരത്തിലെല്ലാം ഏറ്റവും പേസിൽ എറിയുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ 14 ലക്ഷം രൂപ അങ്ങനെ ഏറ്റവും വേഗതയേറിയ പന്തെറിഞ്ഞുകൊണ്ട് സ്വന്തമാക്കിയ ഒരു താരമായിരുന്നു ഉമ്രാൻ മാലിക്. ഇപ്പോൾ അദ്ദേഹത്തിന് കൊൽക്കത്തയിലാണെന്ന് തോന്നുന്നു. ഒരു മത്സരത്തിൽ പോലും അവസരം ലഭിച്ചിട്ടില്ല. മായങ്ക് യാദവും ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, പേസ് അല്ല, കൃത്യതയാണ് ഇപ്പോഴും പ്രധാനം എന്ന് ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം കൃത്യമായിട്ട് ഭുവനേശ്വർ കുമാർ എത്ര പേരുണ്ട്, ഭുവനേശ്വർ കുമാറൊക്കെ എത്ര ഭംഗിയായിട്ട് എറിയുന്നുണ്ട്. അദ്ദേഹം പിന്നെ വിക്കറ്റുകൾ നേടുന്നുണ്ട്. മാത്രമല്ല മറ്റു പലരും, സിറാജൊക്കെ നന്നായിട്ട് ഡോട്ട് ബോളുകൾ എറിയുന്നുണ്ട്. ഡോട്ട് ബോളുകളാണ് ശരിക്കും ഒരു IPL മത്സരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് വിക്കറ്റ് ലഭിക്കുന്നില്ലെങ്കിൽ ഒരു പേസ് ബോളർ എറിയേണ്ടതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം മായങ്ക് യാദവ് അദ്ദേഹത്തിന്റെ കൃത്യത വീണ്ടെടുക്കേണ്ടത് അത്യാവശ്യമാണ്. റൈറ്റ്. പിന്നെ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ KKR വേഴ്സസ് MI ആണ്. അപ്പോൾ KKRനെ സംബന്ധിച്ചിടത്തോളം 2 മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒപ്പം രാജസ്ഥാൻ അവസാന മത്സരം പരാജയപ്പെട്ടാൽ മാത്രമേ KKRന് ഒരു സാധ്യതയുള്ളൂ. എന്നാൽ പോലും ഇന്നത്തെ മത്സരം വിജയിച്ചു കഴിഞ്ഞാൽ പഞ്ചാബിന് തൊട്ട് താഴെ, ചെന്നൈക്ക് മുകളിലായിട്ട് പ്ലേസ് ഉയരാൻ പറ്റുമെന്നുള്ളൊരു സാധ്യത കൂടിയുണ്ട്. ഒരു സാധ്യത എന്താണ്? MI വേഴ്സസ് KKR. ഐ വിൽ ഗോ വിത്ത് KKR. കാരണം KKR ഈ അവസാന നിമിഷത്തേക്ക് അവരൊരു സെറ്റായി നിൽക്കുകയാണ്. KKR കഴിഞ്ഞ മത്സരത്തില് ഫിൻ അലന്റെ ഇന്നിങ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഫിൻ അലനൊക്കെ ഓ അങ്ങനെ ജയിക്കുന്നു. എപ്പോഴാ കത്തുന്നത് പറ. അല്ല, KKR നല്ലൊരു ടീമായിട്ട് നിൽക്കുകയാണ്. മുംബൈ നമ്മുടെ പഴയ ടീമായതുകൊണ്ട് പറയല്ല, എന്നാലും പിന്നെ എന്താ പറയാ, KKR അവസാന ഘട്ടത്തിൽ ഒരു ടീമായി സെറ്റിൽഡ് ആയിട്ടുള്ള ടീമാണ്. KKRന്റെ കൂടെ തന്നെയാണ് അവർ ജയിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനും KKRനൊപ്പം നിൽക്കുന്നു. കാരണം നമ്മൾ തന്നെ ഒരുപാട് പരീക്ഷിച്ചിട്ടുണ്ട്. ഞാൻ 2 വീഡിയോ കണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ, ഈ ടീം എവിടെ എത്താൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവര് ആ അതിഗംഭീരമായ രീതിയിൽ അവർ കളിക്കുന്നു. ആദ്യത്തെ 7 മത്സരങ്ങളിൽ 6 തോറ്റ് ഒരു മഴ കൊണ്ടുപോയ സമനില മാത്രം പിടിച്ചുകൊണ്ട് നിന്ന ടീം പിന്നീട് തുടരെ 5 മത്സരങ്ങൾ വിജയിച്ചുകൊണ്ട് ഈ ഒരു റേസിലേക്ക് ഞങ്ങളുണ്ട്. അതായത് ഏറെക്കുറെ പ്രധാന ടീമുകളെല്ലാം പുറത്തായ സാഹചര്യത്തിൽ പോലും 13 റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ പോലും ഞങ്ങളും ഉണ്ട് ഈ റേസിലേക്ക് എന്ന് പറഞ്ഞ ഒരു ഫൈറ്റ് കൊടുക്കാൻ അവർ വരുന്നത് എന്ന് പറയുന്നത് സാമ്രാജ്യം തകരില്ല. അതെ, ഞാനും KKRനൊപ്പം നിൽക്കുന്നു. എന്തായാലും നോക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കും ഉണ്ടാവും ഇന്നലത്തെ വൈഭവിനെ കുറിച്ചുള്ള, ഒപ്പം തന്നെ ഇന്ന് നടക്കാൻ പോകുന്ന മത്സരത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകളും നിരീക്ഷണങ്ങളുമെല്ലാം. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. അടുത്ത ദിവസം വീണ്ടും കാണാം. നമസ്കാരം.